പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാട്ടിൽ തീ വെച്ചു എന്നാരോപിച്ച് ആദിവാസി യുവാവിനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കെട്ടിയിട്ട് മർദ്ദിച്ചതായി പരാതി. പാലക്കാട് എലിതരം സ്വദേശി രാധയ്ക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും യുവാവ് പറഞ്ഞു. ഈ മാസം 7-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ജോലിക്ക് പോകും വഴി രാധയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നാണ് പരാതി. പ്രദേശത്തെ കുറുമ്പാച്ചിമലയിൽ തീ വെച്ചത് താനാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനമെന്ന് പരാതിക്കാരൻ രാധ മാധ്യമങ്ങളോട് പറഞ്ഞു. നിൽക്കുന്ന സമയത്ത് വിളിച്ചു കൊണ്ടുപോയി കൈ കെട്ടിയിട്ടായിരുന്നു. കയ്യിൽ കെട്ടിയിട്ട് ഇവർ തല്ലി ഒരു 2 മണിക്ക് തല്ലാൻ തുടങ്ങിയിട്ട് ഒരു 6 മണി വരെ നല്ലതായിരുന്നു. അവസാനം ഇവർ പോയി. അവിടെ പോയതിന് ശേഷം ഞാൻ മെല്ലെ അവിടെ നിന്ന് കൈ ഊരി വന്നു കഴിഞ്ഞിട്ട് രാത്രി 9 മണിക്ക് അവിടെ എത്തി. ഷെഡിലെത്തി വീണ്ടും 9:30 ഇവർ തല്ല് കയറും. വീണ്ടും പൊടി കയറിയിട്ട് പറമ്പിൽ കയറി തല്ല് കയറും. വടിയും കൊണ്ടും കൈയും കൊണ്ടായിരുന്നു തല്ല്. തീ വെച്ചു എന്ന് പറഞ്ഞിട്ടാണ് തല്ല്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ കാട്ടിൽ പോയിട്ടുമില്ല. ഞാൻ ഫുള്ളായിട്ടും തൊടിയിലായിരുന്നു. മർദ്ദനമേറ്റ രാധയുടെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. കാട്ടിൽ തീ വെച്ചു എന്നാരോപിച്ചാണ് ആദിവാസി യുവാവിനെ ഇത്തരത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നൊരു പരാതി ലഭിക്കുന്നത്. പാലക്കാട് നിന്നാണ് ഈ ഒരു വാർത്ത എത്തുന്നത്. പാലക്കാട് എലിതരം സ്വദേശി രാധയ്ക്കാണ് ഇത്തരത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കെട്ടിയിട്ടാണ് ഇയാളെ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചിരിക്കുന്നത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ യുവാവ് പറയുന്നത്. ഈ മാസം 7-നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ജോലിക്ക് പോകുന്ന വഴി രാധയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. പ്രദേശത്തെ കുറുമ്പാച്ചിമലയിൽ തീ വെച്ചത് താനാണ് എന്നാരോപിച്ചായിരുന്നു മർദ്ദനമെന്നാണ് പരാതിക്കാരനായ രാധ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത്.